ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഗാലിത്സിയ വിടവാങ്ങിയിരിക്കുകയാണ്. 80ാമത്തെ വയസ്സിലാണ് ഗാലിത്സിയയുടെ അന്ത്യം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷയെ കൂടിയാണ്. ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കാലത്ത് 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചതെന്ന് BNP നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. നവംബർ 23-നാണ് ഹൃദയത്തിലും ശ്വാസകോശത്തിലും അണുബാധയെ തുടർന്ന് ഗാലിത്സിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ 36 മാസമായി ഗാലിത്സിയ ചികിത്സയിലായിരുന്നു. പ്രധാനമന്ത്രി കസേര, ജയിൽവാസം, വീട്ടുതടങ്കൽ എന്നിങ്ങനെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നു ഗാലിത്സിയയുടേത്. ഭർത്താവ് മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്ന സിയാവുർ റഹ്മാൻ 1981-ൽ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്നാണ് ഗാലിത്സിയ രാഷ്ട്രീയത്തിന്റെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. 1991-ൽ കന്നിയംഗം ജയിച്ചവർ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയെ പരാജയപ്പെടുത്തി ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഭരണത്തിലേറി. ബനസീർ ഭൂട്ടോയ്ക്ക് ശേഷം ഇസ്ലാമിക രാജ്യത്ത് അധികാരത്തിലെത്തുന്ന 2ാമത്തെ വനിതയായിരുന്നു ഗാലിത്സിയ. പ്രസിഡൻഷ്യൽ ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിച്ചു. നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം, സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ മുഖം മാറ്റുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ ഗാലിത്സിയ ബംഗ്ലാദേശിലുടനീളം നടപ്പിലാക്കി. 1996-ലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുമായുള്ള മത്സരത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഗാലിത്സിയ പരാജയപ്പെട്ടു. എങ്കിലും 2001-ൽ വീണ്ടും ഗാലിത്സിയ അധികാരത്തിലെത്തി. ഇക്കാലയളവിൽ അത്രയും ഗാലിത്സിയയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരുന്നു ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത്. ഇരു പാർട്ടികളും, അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും നയങ്ങൾ രൂപീകരിക്കുന്നതും അതുമായി സംബന്ധിച്ചിട്ടുള്ള നടപടികൾ പുറത്തിറക്കുന്നതും ഈ ഒരു പോരിന്റെ ഭാഗമായിട്ടായിരുന്നു. 2026 വരെ ഇത്തരത്തിൽ ഗാലിത്സിയ അധികാരത്തിലിരുന്നു. 2018-ൽ അഴിമതി കേസിൽ ഗാലിത്സിയ ജയിലിലാകുകയായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ വ്യാജ കേസിലാണ് ഗാലിത്സിയെ അകത്താക്കിയതെന്ന് അന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാക്കൾ ആരോപിച്ചിരുന്നു. വിദേശ ധനസഹായം സ്വീകരിച്ചെന്നായിരുന്നു കേസ്. ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് വിദേശ സഹായം, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കും. ആ ട്രസ്റ്റിലേക്ക് വരേണ്ട പണം ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചു എന്ന കേസിലായിരുന്നു അന്ന് ഗാലിത്സിയ ജയിലിലാകുന്നത്. 2020-ൽ അസുഖബാധിതയെ തുടർന്ന് ജയിൽ മോചിതയായെങ്കിലും വീട്ടുതടങ്കലിൽ തന്നെ തുടരുകയായിരുന്നു. ഈ വീട്ടുതടങ്കലിൽ നിന്ന് പിന്നീട് മോചിതയാകുന്നത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമാകുകയും ഒടുവിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും ചെയ്തതോടെയാണ് വീട്ടുതടങ്കലിൽ നിന്ന് ഗാലിത്സിയ മോചിതയാകുന്നത്.